ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ മാർക്ക് കുറഞ്ഞതിൻ്റെ വിഷമത്തിലാണോ? മാർക്ക് കുറയാൻ സാധ്യതയില്ല, എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യും? അതിനായി നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വഴി എന്നത് റീവാലുവേഷൻ നൽകുക എന്നതാണ്. റീവാലുവേഷൻ എന്നത് റിസൾട്ട് വന്നതിന് ശേഷം ഉടൻ തന്നെ വരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ അക്ഷയൽ വഴിയാണ് ഇത് നൽകേണ്ടത്. നിങ്ങൾ റിവാലുവേഷൻ 3 സബ്ജക്റ്റുകൾക്ക് റിവാലുവേഷൻ നടത്താവുന്നതാണ്. അതിൽ ഒരു സബ്ജക്റ്റിന് 400 രൂപ വെച്ച് നൽകേണ്ടതുമാണ്. നിങ്ങൾക്ക് മാർക്ക് പ്രതീക്ഷിച്ച മാർക്ക് ഉറപ്പായും ലഭിച്ചില്ല, അതിന് റിവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉറപ്പുള്ള സബ്ജക്റ്റുകൾക്ക് മാത്രം നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വെറുതെ കൊടുത്ത പോലെ ആവുന്നു. റിവാലുവേഷൻ 400 രൂപ വെച്ചാണ് 3 സബ്ജക്റ്റുകൾക്ക് നൽകാം. അതിൻ്റെ തീയതികളും ഡേറ്റുകളും റിസൾട്ട് വന്നതിന് ശേഷം വരുന്നതായിരിക്കും. പിന്നീടുള്ളത് ഫോട്ടോ കോപ്പി ആണ്. നിങ്ങളുടെ ആൻസർ ഷീറ്റുകളുടെ ഫോട്ടോ കോപ്പി ലഭിക്കുന്നതായിരുന്നു. അതിന് 2 വർഷം മുമ്പ് 250 രൂപയ്ക്കായിരുന്നു, 50 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ എത്രയാണെന്നറിയില്ല. പിന്നെ നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുമ്പോൾ പിന്നെ ഒന്നുള്ളത് അക്ഷയ വഴി മാത്രമല്ല. അക്ഷയയിൽ നിന്ന് കൊടുത്തതിന് ശേഷം ഫീസ് അടിച്ചതിന് ശേഷം ഫീസ് അടയ്ക്കേണ്ടത് എവിടെയെന്ന് വെച്ചാൽ സ്കൂളുകളിലാണ്. അതായത് നിങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ സ്കൂളുകളിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. എന്നിട്ട് റിവാലുവേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് +1 അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ആ ഫോട്ടോ ആദ്യത്തെ മാർക്കിൽ വെച്ചുള്ള പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കേണ്ടത്. റിവാലുവേഷൻ റിസൾട്ട് വരുന്നത് വരെ അഡ്മിഷൻ കൊടുക്കാൻ +1 അഡ്മിഷനിലേക്ക് കൊടുക്കാൻ കാത്തിരുന്നാൽ പിന്നെ HSS ക്യാപ്പിൽ ഡേറ്റ് കഴിയുന്നതായിരിക്കും. നിങ്ങൾ അത് വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നീട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് മാർക്ക് തന്നാലെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. റിവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ മാർക്ക് ഇതാക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ റിവാലുവേഷനെ പറ്റിയുള്ള സംശയങ്ങൾ ഇതിലൂടെ തീർന്നെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറുപടി തരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. സൈനിങ് അപ്പ് ദാവൂദ്.